നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് പാർലമെന്റിലും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ നാടകങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് നമ്മുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും എപ്പോഴും പോസ്റ്റുകളിട്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ആ സമയത്ത് പാർലമെന്റിൽ കണ്ടില്ല. സത്യത്തിൽ ഇവരെവിടെ പോയി? സോഷ്യൽ മീഡിയയാണ് ഇന്നത്തെ കാലത്തെ ട്രെൻഡിങ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഭരണപക്ഷത്തിന് കുറച്ച് സമയം വേണ്ടി വന്നു. അത് മനസ്സിലാക്കി വന്നപ്പോഴേക്കും രാജ്യത്തെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ, അവരുടെ നെഞ്ചത്ത് കയറി സമരം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാതിരാത്രിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുക എന്നല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ പോസ്റ്റ് വന്നു, രണ്ടാമത്തെ പോസ്റ്റും വന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്നത്തെ പാർലമെന്റ് ചർച്ചയിൽ എന്തായാലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വരുമെന്ന്, വലിയ ചർച്ചകൾ നടക്കും, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പുതിയ ബില്ല് പാസ്സാക്കും എന്നൊക്കെ. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന രണ്ട് പ്രധാന നേതാക്കളെയും ആ വഴിക്ക് കണ്ടില്ല. കാരണം വളരെ ലളിതമാണ്. പ്രതിപക്ഷം കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച്, വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച്, രാജ്യത്തെ എക്സാം സിസ്റ്റത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ വരും എന്നുള്ള പേടി തന്നെയാണ് അവർ സഭയിൽ വരാതിരുന്നതിന് പ്രധാന കാരണം. പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ 10 കോടി രൂപ വരെ പിഴ ചുമത്തുന്ന വലിയൊരു ബില്ലിനെ കുറിച്ച് സംസാരിക്കേണ്ട ദിവസമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കും, ഇത്രയും വലിയൊരു ബില്ല് കൊണ്ടുവരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത് എന്ന്. അപ്പോഴാണ് നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഈ നീറ്റ് പരീക്ഷാ ചോർച്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? 2021 ആദ്യമായി ഈ നീറ്റ് എക്സാം ചോർന്നപ്പോൾ മുതൽ രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിരുന്നതാണ്. അന്ന് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്നാണ് ഭരണപക്ഷം പറഞ്ഞത്. അത് കഴിഞ്ഞ് 2024 വീണ്ടും എക്സാം ചോർന്നു. അപ്പോഴും ഈ ചോദ്യങ്ങൾ പാർലമെന്റിൽ വന്നു. അന്ന് സഭയുടെ റെക്കോർഡുകളിൽ നിന്ന് ആ ചോദ്യങ്ങൾ മായ്ച്ചു കളയാനാണ് സ്പീക്കറും ഭരണപക്ഷവും ശ്രമിച്ചത്. എന്നിട്ട് എന്താണ് പിന്നീടുണ്ടായത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ISROയുടെ മുൻ ചെയർമാൻ K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു വലിയ അന്വേഷണ സമിതിയെ രൂപീകരിച്ചു. ചോദ്യപേപ്പറുകൾ അച്ചടിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ വലിയ വായിൽ പറഞ്ഞു. പക്ഷേ ആ സമിതിയുടെ നിർദ്ദേശങ്ങൾ എന്തായി? അത് വല്ലതും നടന്നോ എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ആ റിപ്പോർട്ട് പിന്നെ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സത്യത്തിൽ 2021 മാത്രമാണോ ഈ പേപ്പർ ചോർന്നത്? അതിനു മുൻപ് 2019, 2020, 2022, 2023 വർഷങ്ങളിലൊക്കെ ഈ പരീക്ഷകൾ കൃത്യമായി നടന്നുവെന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? ഈ ചോർത്തിയെടുത്ത ചോദ്യപേപ്പർ വെച്ച് പഠിച്ച് പാസ്സായ വിവരമില്ലാത്ത എത്രയോ പേർ ഇന്ന് ഡോക്ടർമാരായി നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാം. ഈ വർഷം ഇത് പുറത്തു വന്നു, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു, അത്രമാത്രം. ഇവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇത്രയും കാലം സഹിച്ച വിദ്യാർത്ഥികൾ അവസാനം പുറത്തേക്കിറങ്ങി. ഇന്നത്തെ തലമുറയെ നമ്മൾ ജെൻസി എന്ന് വിളിക്കും. BJPക്കും സംഘപരിവാറിനും ഇത്രയും കാലം ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു, ഒരു മധ്യവർഗം. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയും ഫേസ്ബുക്ക് ഫോർവേഡുകളിലൂടെയും എന്ത് നുണ പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അവരെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇതുവരെ കാര്യങ്ങൾ നടന്നിരുന്നത്. ബുദ്ധിയും വിവരവുമുള്ള വലിയൊരു വിഭാഗം ഈ പറഞ്ഞ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല. എന്നാൽ അവർക്ക് മിസ്സായി പോയ ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു. അതാണ് ഈ പറയുന്ന വളർന്നു വരുന്ന പുതിയ തലമുറ. ആ പിള്ളേർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയും രാജ്യത്തുടനീളം വലിയ പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് എത്രത്തോളം ഭയാനകമായ അവസ്ഥയാണെന്ന് സർക്കാരിന് മനസ്സിലായത്. സ്വന്തം ഇൻസ്റ്റഗ്രാം റീലുകൾക്കും പോസ്റ്റുകൾക്കും ആളുകളെ വെച്ച് പണം കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ആ ഒരു പേടിയിൽ നിന്നാണ് ഈ പ്രക്ഷോഭം എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കണം എന്ന് കരുതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തിയിട്ട് പകരം പ്രഹ്ലാദ് ജോഷിയെ കൊണ്ടുവരുന്നത്. ഇതൊരു ഗിമ്മിക് മാത്രമായിരുന്നു. പക്ഷേ ഈ പ്രഹ്ലാദ് ജോഷി ആരാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് ശരിക്കും ഞെട്ടുന്നത്. പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി,
വളരെ കൃത്യമായി ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിയല്ലോ, വളരെ നല്ല കാര്യം. പക്ഷേ പകരം നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഗുജറാത്ത് കലാപകാലത്ത് ബിൽക്കിസ് ബാനുവിനെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടി വാദിക്കുകയും ആ റേപ്പിസ്റ്റുകൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത ഒരാളെയാണോ ഈ രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തുന്നത്? ഇതായിരുന്നു പ്രിയങ്കയുടെ ചോദ്യം. ഇത് കേട്ടതും ഭരണപക്ഷത്തുള്ള നേതാക്കളും മന്ത്രിമാരും ചാടി എഴുന്നേറ്റ് ബഹളമായി. നിങ്ങൾക്ക് ഇതിന് തെളിവുണ്ടോ? നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച് അവർ സഭ സ്തംഭിപ്പിക്കാൻ നോക്കി. എന്നാൽ നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ 2022 ഓഗസ്റ്റ് മാസത്തിലെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം. ഈ പ്രതികളെ പരോളിൽ വിടണം എന്ന് പറഞ്ഞു പോയ നേതാക്കൾക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തത് ഈ പറയുന്ന വ്യക്തിയാണെന്ന്. അതിനെതിരെ സംസാരിക്കാൻ ഒരു മറുപടിയും ഭരണപക്ഷത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പാർലമെന്റിന് പുറത്തു വന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. രാജ്യത്തെ പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിനും ഭാവി സംരക്ഷണത്തിനും വേണ്ടി തെരുവിൽ അടികൊള്ളുമ്പോൾ റേപ്പിസ്റ്റുകളെ സംരക്ഷിക്കുന്ന ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നതിനേക്കാൾ വലിയൊരു വിരോധാഭാസം വേറെയുണ്ടോ? അതും സ്വന്തം ക്യാബിനറ്റിൽ വേറെ എത്രയോ ആളുകൾ ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകതരം തീരുമാനമാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. വിദ്യാർത്ഥികളുടെ സമരം കണ്ടിട്ട് അത് കൂടുതൽ മുന്നോട്ട് പോയാൽ സ്വന്തം കസേര ഇളകും എന്നുള്ള പേടി കാരണം ചെയ്ത താൽക്കാലികമായ ചില ചപ്പടി വിദ്യകൾ. ഏത് പുതിയ ബില്ലുകൾ കൊണ്ടുവന്നാലും സമിതിയെ വെച്ചാലും സിസ്റ്റത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മൾ കണ്ടതാണല്ലോ CBI കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് സഞ്ജീവ് മുഖ്യ എന്നൊരാളെയും മറ്റു കുറച്ചു പേരെയും അറസ്റ്റ് ചെയ്ത നാടകം. കേസ് കൊടുത്ത് 6 മാസം കഴിയുമ്പോഴേക്കും ഈ പറയുന്നവർക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിടും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചില അറസ്റ്റുകൾ, പിന്നെ അവരെ തന്നെ പുറത്തു വിടുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കുന്ന പരിപാടി. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് കാര്യമുണ്ട്. ഈ പുതിയ തലമുറ, അതായത് ജെൻസി, ഈ മില്ലേനിയൽസ്, അവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. രാജ്യത്ത് എന്ത് അന്യായങ്ങൾ നടന്നാലും അതിനെതിരെ ശബ്ദമുയർത്താനും തെരുവിലിറങ്ങാനും അവർ തയ്യാറാണ്. ഈ ഒരു സമരത്തോടു കൂടി ഭരണപക്ഷത്തിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്: ഇനി അങ്ങോട്ട് പഴയതുപോലെ നുണകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല എന്ന്. ഇവരുടെ ഈ ഒരു ഒത്തൊരുമ തുടർന്നാൽ പ്രതിപക്ഷവും ഈ പറയുന്ന തെറ്റുകൾക്കെതിരെ നിലനിൽക്കുന്നവരും ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.